ഹായ്, പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് കൂലി. കൂലിയുടെ ഒരു പ്രൊഡക്ഷൻ സ്റ്റോറിയാണ്. കൂലിയുടെ ഓൺലൈൻ ബുക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. പ്രീ സെയിലൊക്കെ കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്ത് കാണുമല്ലോ. അപ്പോൾ കൂലിയുടെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ സ്റ്റോറിയല്ല. ഇപ്പം ലോകേഷ് വരെ ഹിസ്റ്ററി ഓഫ് വയലൻസിൻ്റെ ഒരു ഇൻസ്പയർ ചെയ്താണ് ഒരു ലിയോ എടുത്തിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ കൈതി ഇതൊക്കെ സിനിമ. അപ്പോൾ ഇതേപോലെ കൂലിയുടെ ഒരു സ്റ്റോറി തമിഴിൽ വന്ന ഒരു ചാനലിൽ വന്ന ഒരു സ്റ്റോറിയാണ്. അപ്പോൾ ഞാനിത് പുള്ളിക്കാരൻ നല്ല അധ്വാനിയാണ്. അത് ഏതാ തമിഴിലെ ചാനൽ. അപ്പം നമ്മളെല്ലാം വിചാരിച്ചിരിക്കുന്ന ലിയോ എൽസുവിലാക്കിയത് ഇതേപോലെ കുത്തി കയറ്റിയതിൻ്റെ കൂട്ട് ആണ് എല്ലാവർക്കും തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നമ്മളെല്ലാം വിചാരിച്ച അങ്ങനെ. പക്ഷേ പുള്ളിക്കാരൻ്റെ ഒരു ലിയോയുടെ ഒരു ഡീകോഡിങ് സ്റ്റോറി എൽസി കണക്ഷൻ ആയിട്ടിട്ടുണ്ട്. ഈ ഒരു വീഡിയോ കണ്ടിട്ട് ലിയോ കാണുമ്പോൾ നമുക്ക് എല്ലാ എൽസി കണക്ഷനും മനസ്സിലാവും. അതേപോലെ ക്ലിയർ ആയിട്ട് പുള്ളി ഇതേപോലെ നല്ലോണം അധ്വാനിച്ച് ചെയ്ത ഒരു വീഡിയോ ആണ് ലിയോയുടെ എൽസി കണക്ഷൻ. അതൊന്ന് കണ്ടു നോക്കുക നിങ്ങൾ. ചാനലിൻ്റെ പേര് ഞാൻ അവസാനം പറയാം. അപ്പോൾ ആ ചാനലിൽ വന്ന ഒരു സ്റ്റോറിയാണ് കൂലിയുടെ സ്റ്റോറി. കൂലി ഒരു എൽസി കണക്ഷൻ, ഇപ്പോൾ ലോകേഷൊക്കെ പറഞ്ഞേക്കുന്ന എൽസി കണക്ഷൻ അല്ലെന്നാണ്. പക്ഷേ ഇത് ഏകദേശം എൽസിയുടെ കണക്ഷനാക്കി പുള്ളി പറഞ്ഞിട്ടുണ്ട്. ആ ചാനലിൻ്റെ പേര് ഞാൻ അവസാനം പറയാം. ഇപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ, ഈ ഒരു സ്റ്റോറി എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് കേൾക്കുക. പിന്നെ പുള്ളിയുടെ വീഡിയോ ഇത് കഴിഞ്ഞിട്ട് കണ്ടോ 40 മിനിറ്റ് പുള്ളി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു ചെറിയ രീതി ചുരുക്കി ഞാൻ പറയാം. ആദ്യം ഒരു അപ്പോഴുള്ള ഗൈസ് ചോദിച്ചുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കോപ്പിറൈറ്റ് കിട്ടല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിന് മുമ്പ് ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പം വീഡിയോയിലോട്ട് പോകാം. കൂലിയുടെ കാസ്റ്റിംഗ് തന്നെ ആദ്യം എടുത്ത് നോക്കാം. ഈ ഒരു കാസ്റ്റിങ്ങിനെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആക്കാം. ഒന്നാമത്തേനകത്ത് രജനിയുടെ ക്യാരക്ടർ ദേവ, സത്യരാജിൻ്റെ ക്യാരക്ടർ രാജശേഖരൻ, പിന്നെ ഉപേന്ദ്ര ചെയ്ത കന്നഡ നടൻ എന്ന് പറയുമ്പോൾ പുള്ളിയുടെ മുഖത്ത് പുള്ളി നേരത്തെ പടങ്ങൾ കണ്ടിട്ടുണ്ട്, ഒറ്റ എക്സ്പ്രഷൻ പോലും വരാത്ത ഒരു ആക്ടറാണ്. കന്നഡ നടൻ ഉപേന്ദ്ര ചെയ്യുന്ന ക്യാരക്ടർ കലീഷ. പിന്നെ ഈ സത്യരാജിൻ്റെ മകളായിട്ട് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു ശ്രുതി ഹാസൻ, അതായത് മുഖത്ത് എക്സ്പ്രഷൻ വരാത്ത വേറൊരു ആക്ട്രസ്. അപ്പോൾ ഇവരെ ഒരു സെക്ഷനിൽ നിർത്തുക. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ എതിരെ ഒരാൾ വേണമല്ലോ. എതിരെ നിൽക്കുന്ന ക്യാരക്ടറാണ് ഇതിൻ്റെ മെയിൻ വില്ലനായിട്ട് വന്നിരിക്കുന്നത് സൈമൺ എന്ന് പറയുമ്പോൾ അത് ചെയ്തേക്കുന്ന നാഗാർജുന. ദയാൽ സൗബിൻ രണ്ടാമത്തെ ഇത്. പിന്നെ ദാഹ എന്നുള്ള ക്യാരക്ടർ എന്ന് പറയുന്നത് കഥയുടെ അവസാനം ടേലൻറ്റിലാണ് വരുന്നത്. അതായത് ഈ സൈമണും ദാഹയും തമ്മി, അത് അമീർ ഖാൻ ചെയ്യുന്ന ക്യാരക്ടർ, ദാഹയും തമ്മി ബ്രദേഴ്സാണ്. കഥയോട്ട് പോകുന്നതിന് മുമ്പ് ഇതിനകത്ത് ലോകേഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു രജനി സാറിൻ്റെ ക്യാരക്ടർ, ദേവയുടെ ക്യാരക്ടർ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇൻട്രോ കാണത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ആദ്യം സത്യരാജിൻ്റെ ക്യാരക്ടർ കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. സത്യരാജ് എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റാണ്. ഇയാളുടെ മോളാണ് ശ്രുതിഹാസൻ ചെയ്തേക്കുന്ന പ്രീതി. അപ്പോൾ ഇവർ രണ്ടുപേരും സൈമൺ ചെയ്തേക്കുന്ന ക്യാരക്ടർ തട്ടിക്കൊണ്ട് പോയിക്കോണ്. അപ്പോൾ ആ കണ്ടെയ്നറൊക്കെ ഇട്ടേക്കുന്ന ആ സ്ഥലത്താണ് ഇവരെ താമസിപ്പിച്ചേക്കുന്നത്. അപ്പോൾ ഇവരെ സയൻറ്റിസ്റ്റാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ വില്ലന്മാർ ഇവരെ വെച്ച് ഇല്ലീഗലായിട്ടുള്ള പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനകത്ത് സൈമണിൻ്റെ കയ്യാളാണ്, അതായത് മലയാളത്തിൽ പറഞ്ഞ ശിങ്കിടിയാണ് ദയാൽ സൗബിൻ ചെയ്യുന്ന ക്യാരക്ടർ. അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. സത്യരാജ് എന്ന് പറഞ്ഞാൽ ഒരു സയൻറ്റിസ്റ്റാണ്. സൈമണിൻ്റെ ഉപദേശപ്രകാരം പുതിയൊരു കണ്ടുപിടുത്തം നടന്നുകൊണ്ടിരിക്കുക. അതായത് മരിച്ച ശരീരത്തിനെ ജീവൻ വെപ്പിക്കുക. ആ ഒരു പരീക്ഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവർക്ക് ഇതിനോട് താല്പര്യമില്ല. പിന്നെ ഇവരുടെ സഹായിയായിട്ട് പ്രീതി, അതായത് ശ്രുതിഹാസൻ ചെയ്യുന്ന ക്യാരക്ടർ, ഇവർ രണ്ടുപേരും സത്യരാജും ഇവർ രണ്ടുപേരും കൂടെ സഹായിയായിട്ട് പ്രീതി മറ്റേ സൈമണിൻ്റെ ഉപദേശപ്രകാരം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ ഇത്രയും തന്നെ കാണിക്കുമ്പോൾ ഏകദേശം പിന്നെ ഒരു 3/4 മണിക്കൂറൊക്കെ ആവും. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് സത്യരാജ് എന്നെ പറയുന്നു, സത്യരാജിന് ഇഷ്ടപ്പെടാതെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഒരു പരിധി കഴിയുമ്പം സത്യരാജിന് ഇത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ഈ പ്രീതിയുടെ അടുത്ത് കാര്യങ്ങൾ പറയുന്നത്. അപ്പം പ്രീതി അവിടുന്ന് ആ തടങ്കലിൽ നിന്ന് രക്ഷപ്പെട്ട് രജനി സാറിനെ കാണാൻ പോവുകയാണ്, അതായത് ദേവയെ കാണാൻ പോവുകയാണ്. ഈ കഥ നടക്കുന്നത് 2024-25 ആ സമയത്ത് തന്നെ എടുത്തോ. പ്രീതി ഇതേപോലെ രജനി സാറിൻ്റെ അടുത്ത് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ ശേഷം രജനി സാറ് നമ്മളെ കുരുവിക്കകത്ത് വിജയണ്ണം വരുന്നതിൻ്റെ കൂട്ട് വേഷം മാറി, അതായത് കൂലി എന്നുള്ളൊരു വ്യാജ പേരിൽ ആ കണ്ടെയ്നറിനുള്ളിൽ കടന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഇതേപോലെ കുറച്ച് പണി. ആദ്യമേ ആ സൗബിനും രജനി സാറും കൂടി വന്ന് കണ്ടുമുട്ടുന്ന ഒരു സീനൊക്കെ ഉണ്ടല്ലോ ട്രെയിലറിൽ, അതെനിക്ക് തോന്നുന്നു ആ സമയത്തുള്ളതാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിനുശേഷം കൂലി എന്നുള്ളൊരു വ്യാജ പേരിൽ പുള്ളി അതിനകത്ത് നടത്തുന്ന പരിപാടിയാണ് സെക്കൻഡ് ഹാഫിലോട്ട് പോകുന്നത്. ഫസ്റ്റ് ഹാഫിൽ അവർ അവിടെ എത്തിക്കുന്നതും സെക്കൻഡ് ഹാഫിൽ അവിടെ നടക്കുന്ന പണിയുമാണ് നടക്കുന്നത്. സത്യരാജും ദേവയും ഉപേന്ദ്രയും പണ്ടത്തെ ഫ്രണ്ട്സുകളാണ്. വേറെ 2 സിനിമയുടെ സ്റ്റോറി പറയാം. നിങ്ങൾ ജയിലർ കണ്ടല്ലോ, ജയിലറിനകത്ത് ഏകദേശം ലാലേട്ടനും മറ്റേ ശിവരാജ് കുമാരും ഒക്കെ ഉണ്ടല്ലോ, അതേപോലെ ഇതിനകത്തും പുള്ളിക്കൊരു ക്യാരക്ടറുണ്ട്. അത് പഴയ കുറച്ച് ഫ്രണ്ട്സുകൾ, അതാണ് ഉപേന്ദ്ര. അപ്പോൾ ഏകദേശം ഇൻ്റർവെല്ലിൽ പോർഷനിലോട്ടാക്കിയായിരിക്കും
നാഗാർജുനയുടെ ക്യാരക്ടറിനെ അവർ റിവീലാക്കാൻ തുടങ്ങുന്നത് ഏകദേശം അതിന് മുമ്പൊക്കെ. മാസ്റ്ററിനകത്ത് ജെ ഡിയും ഫവാനിയും കൂടെ തമ്മിൽ ഏറ്റുമുട്ടുമല്ലോ, അതേപോലെ ഒരു ഇതാണ് സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴും അവർ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. നാഗാർജുനെയും രജനി സാറും കൂടെ ഏറ്റുമുട്ടുന്നു, അതായത് ദേവയും സൈമണും. അങ്ങനെ സൈമണും ഇവരും കൂടെ ഏറ്റുമുട്ടുന്നത് അവസാനം ഇതിനകത്ത് എ സർട്ടിഫിക്കറ്റ് ആണെന്ന് പറയുന്നുണ്ട്. എ സർട്ടിഫിക്കറ്റ് ഫുള്ള് കാണിക്കുന്നത് ലാസ്റ്റ് ഒരു ക്ലൈമാക്സ് പോർഷനിലായിരിക്കും. ക്ലൈമാക്സ് പോർഷൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾ ലോകേഷിൻ്റെ സിനിമ ശ്രദ്ധിച്ച് കണ്ടാൽ മനസ്സിലാവും. കൈദി ആയാലും വിക്രം ആയാലും ലിയോ ആയാലും ഇതിനകത്ത് അവസാനം കുറച്ച് ഒരു 10-20 മിനിറ്റ് ആയിരിക്കും പുള്ളിയുടെ കുറച്ച് പരിപാടികൾ കാണിക്കാൻ തുടങ്ങുന്നത്. അത് ഇതിനകത്തും ഉണ്ട്. അപ്പോൾ ഈ ഒരു സഹായത്തിന് വേണ്ടി ഉപേന്ദ്രയെ വിളിക്കുന്നു, അതായത് രജനിയുടെ പഴയ ഫ്രണ്ട്. അപ്പോൾ ഉപേന്ദ്രയെ വിളിക്കുമ്പോൾ ഉപേന്ദ്രയ്ക്ക് ഒരു ഇൻട്രോ കൊടുക്കണമല്ലോ. അപ്പോൾ ഉപേന്ദ്ര എന്ന് പറഞ്ഞാൽ രജനി സാറ് പണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു കാലഘട്ടത്തിലോട്ട് കുറച്ച് നേരം, കൂടുതൽ കാണിക്കുന്നില്ല, കുറച്ച് നേരം കാണിക്കുന്നു. അങ്ങനെ ഉപേന്ദ്രയും രജനി സാറിനെ സഹായിക്കാൻ ഈ കണ്ടെയ്നറിൻ്റെ അടുത്ത് വരുന്നു. അങ്ങനെ ഇവർ എല്ലാവരും കൂടി ചേർന്ന് സത്യരാജിനെ മറ്റവരെ കീഴ്പ്പെടുത്തി സൈമണിനെ കൊല്ലുകയും സൈമണിനെയും ദയാലിനെയും സൗബിനെയും കൊന്നിട്ട് ആ കണ്ടെയ്നർ ഫുള്ള് കത്തിക്കും. അതിനകത്ത് ട്രെയിലറിൽ കാണിക്കുന്നുണ്ട്. ലിയോയുടെ ഫുള്ള് കത്തിച്ചിട്ട് അവിടുന്ന് സത്യരാജിനെയും കൊണ്ട് തിരിച്ചു വരിക. ഏകദേശം ഒരു സ്റ്റോറി ഇതാണ്. അപ്പോൾ ഇതിന് ശേഷം ഒരു ടെയിൽ എൻഡ് വേണമല്ലോ. ടെയിൽ എൻഡിന് ശേഷം ഈ നാഗാർജുനെയും ദയാലിനെയും കൊന്ന ശവപ്പെട്ടി, അവരെ അകത്താക്കിയ ശവപ്പെട്ടി നമ്മുടെ ഇവർക്ക് അയച്ചു കൊടുക്കുക, അത് ദാഹയ്ക്ക് അയച്ചു കൊടുക്കുക. ദാഹ എന്ന് പറയുന്നത് അമീർ ഖാൻ. അതാണ് ഈ ട്രെയിലറിൻ്റെ അവസാനം വെടിവെച്ച് തകർത്തുകൊണ്ടിരിക്കുന്ന അമീർ ഖാനെ കാണുന്നത്. അവിടെ വെച്ചാണ് LC കണക്ഷൻ എല്ലാവരും മനസ്സിലാക്കി കൊടുക്കുന്നത്. LC കണക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ 2 കണ്ടെയ്നർ കാണുമല്ലോ ഫ്രണ്ടിൽ. ആ 2 കണ്ടെയ്നറാണ് കൈദിക്കകത്ത് വിക്രത്തിനകത്ത് പറഞ്ഞ 2 കണ്ടെയ്നർ. അതിനകത്ത് 2 കണ്ടെയ്നറിൻ്റെ കാര്യം പറയുന്നുണ്ട്. അത് തട്ടിക്കൊണ്ട് പോയത് ആരാ? ഈ ദാഹയാണ് എന്നാണ് നമ്മൾ LCയോട് കണക്ഷൻ ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷേ എനിക്ക് ലിയോ ആയിട്ട് ഒന്ന് കണക്ഷൻ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. ഏകദേശം അവസാനം ലിയോയുടെ ഒരു പേര് എടുത്തിട്ട് പടം നിർത്തിയാൽ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. പക്ഷേ ലോകേഷ് പറഞ്ഞേക്കുന്നത് ഇപ്പോഴും വെളിവിട്ടിട്ടില്ല. മിക്കവാറും സിനിമ കണ്ടിട്ട് ഇറങ്ങുമ്പോൾ LCO കണക്ഷൻ ആക്കാനായിരിക്കും പുള്ളിയുടെയും ഒരു ഉദ്ദേശം. അപ്പോൾ ഇത്രയാണ് ഏകദേശം ഒരു സ്റ്റോറി. ഈ ഒരു സ്റ്റോറി കേട്ടിട്ട് എനിക്ക് ഇതൊരു മിക്സഡ് റെസ്പോൺസ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ലോകേഷിൻ്റെ മേക്കിംഗ് സ്റ്റൈൽ കൊണ്ട് ചിലപ്പോൾ പിടിച്ചിരിക്കും. അല്ലാതെ ഇതൊരു മിക്സഡ് റെസ്പോൺസ് ഇതാണെങ്കിൽ ഇത് കഥ ഇതേപോലെ ആണെങ്കിൽ ഒരു മിക്സഡ് റെസ്പോൺസ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ വീഡിയോയുടെ ആദ്യമേ പറഞ്ഞതിൻ്റെ തൊട്ട് ഈ ഒരു സ്റ്റോറി കിട്ടിയ ചാനൽ എന്ന് പറഞ്ഞാൽ പോഡ്കാസ്റ്റ് തമിഴ് ചാനലാണ്. അതിനകത്ത് 7-9 പാർട്ട് ലിയോയുടെ ഇട്ടിട്ടുണ്ട്. LC കണക്ഷൻ എങ്ങനെയൊക്കെ ആവാന്നുള്ളത് കറക്റ്റ്. അത് കണ്ടിട്ട് നമ്മൾ ലിയോ കാണുമ്പോൾ കറക്റ്റ് നമുക്ക് എല്ലാം പിടി കിട്ടും. ആ ചാനലിൽ വന്നൊരു സ്റ്റോറിയാണ് ഇത്. ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ തൊട്ട് പുള്ളിയുടെ അടുത്ത് എല്ലാ അനുവാദം വീഡിയോ വഴി ചോദിച്ചിട്ടുണ്ട്. ഇതാണ് പുള്ളിക്കാരൻ 40 മിനിറ്റ് കറക്റ്റ്. നിങ്ങൾക്കത് കഥ ഫുള്ളും മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ 40 മിനിറ്റ് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. പോഡ്കാസ്റ്റ് തമിഴ് ലേറ്റസ്റ്റ് വീഡിയോ നോക്കിയാൽ മതി. അപ്പം ഇതാണ് ആ വീഡിയോയിൽ വന്ന കൂലിയുടെ സ്റ്റോറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നവരെ.